ഡിഫൻസ് ഓപ്ഷനും ഗവൺമെൻറ് എക്സാംസിനും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഏജിൻ്റെ റേഷ്യോ ആണ് ഇതിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഏജസ് ഓഫ് അമിത് ആൻഡ് സൂരജ് ആർ ഇൻ ദ റേഷ്യോ 3:7. ദ ഡിഫറൻസ് ഇൻ ദെയർ പ്രസൻറ്റ് ഏജ് ഈസ് 24 years. ദ സം ഓഫ് ദെയർ ഏജസ് ഈസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അമിത്തിൻ്റെയും സൂരജിൻ്റെയും ഏജസ് തമ്മിലുള്ള റേഷ്യോ 3:7 ആണ്. അവരുടെ പ്രസൻറ്റ് ഏജ് അവൻ്റെ പ്രസൻറ്റ് ഏജ് തമ്മിലുള്ള ഡിഫറൻസ് 24 ആണ്, 24 years ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏജസ് പ്രസൻറ്റ് ഏജ് തമ്മിലുള്ള സമ്മ്, രണ്ടുപേരുടെയും പ്രസൻറ്റ് ഏജ് തമ്മിലുള്ള സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അമിത് ഈസ് ടു സൂരജ് പറയുന്നത് 3:7. അതായത് നമ്മളിപ്പോൾ 2:4 ആണ് സംഖ്യ എങ്കിൽ നമ്മൾ അതിനെ റേഷ്യോ ആയിട്ട് എങ്ങനെ എഴുതുക? അതിനെ സിംപ്ലസ്റ്റ് ഫോം ആക്കും. അതായത് ഈ 2,4 നമ്മൾ രണ്ടിനെയും ഒരു കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യും. രണ്ടിനെയും കോമൺ ഫാക്ടർ പറയുമ്പോൾ 2 തന്നെയാണ്. അപ്പോൾ 2/2 1, 4/2 2. അപ്പോൾ ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഷ്യോ. ഈ 2,4 പറയുമ്പോൾ അതിൻ്റെ റേഷ്യോ 1:2 ആണ്. അതായത് നമ്മൾ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ ഇതും അങ്ങനെ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ ഒരു രണ്ട് സംഖ്യയാണിത്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടർ പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കണം? നമ്മൾ 3x-ഉം 7x-ഉം ആണ് ഏജ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് അമിത്തിൻ്റെ ഏജ്, ഇതാണ് സൂരജിൻ്റെ പ്രസൻറ്റ് ഏജ്. ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത്? ദ ഡിഫറൻസ് ഇൻ ദ പ്രസൻറ്റ് ഏജ്, പ്രസൻറ്റ് ഏജിൻ്റെ ഡിഫറൻസ് എന്താ? 24 years. അതായത് ഇത് തമ്മിൽ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 years കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതിലേതാ വലുത്? 7x തന്നെയാണ്. അപ്പോൾ 7x-ന്ന് 3x കുറച്ച് കഴിഞ്ഞാൽ 24 years കിട്ടും. 24 years. അപ്പോൾ 7x-ന്ന് 3x പോയാൽ 4x. 4x പറയുമ്പോൾ 24 years. x എന്താവും? 24/4 years. x ഈസ് ഈക്വൽ ടു 24/4 എന്താ? അതായത് ഈ 4x പറയുമ്പോൾ എന്താ? 4 multiplied by x ആണ്. 4 multiplied by x ആണ് 4x. ഈസ് ഈക്വൽ ടു 24 പറയുമ്പോൾ നമ്മൾ ഈ എക്സിന് ഇവിടെ മാത്രം നിർത്തണം. 4-നെ ഈ മൾട്ടിപ്ലൈഡ് ബൈ 4-നെ എന്താവും? ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ആവും. അപ്പോൾ x ഈസ് ഈക്വൽ ടു 24/4 years എന്നാവും. 24/4 എന്താ? 5/26 ആണ്. x ഈസ് ഈക്വൽ ടു 6 ആണ്. കോമൺ ഫാക്ടർ ആണ് കേട്ടോ ഇത് ഏജ് അല്ല, ഇത് കോമൺ ഫാക്ടർ നമുക്ക് കിട്ടി 6 ആണെന്ന്. ഇനി ഇതിൻ്റെ പ്രസൻറ്റേജ് എത്രയായിരിക്കും? പ്രസൻറ്റേജ് പറയുമ്പോൾ അമിത്തിൻ്റെയും കണ്ടെത്തണം, സൂരജിൻ്റെയും പ്രസൻറ്റേജ്. അമിത്തിൻ്റെ പ്രസൻറ്റേജ് എത്രയാ? 3x ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. സൂരജിൻ്റെ 7x. ഈ x ആണ് 6. അപ്പോൾ എക്സിന് പകരം എന്താ എഴുതാം? 6 എഴുതാം. ഞാൻ പറഞ്ഞു 3x പറയുമ്പോൾ 3 into x ആണ്. അതുപോലെ 7x പറയുമ്പോൾ 7 into x ആണ്. 7 into x എന്താ? x 6 ആ. ഇനി 6 3s are 18, 7 6 are 42. അപ്പോൾ പ്രസൻറ്റേജ് എന്ത് കിട്ടി? 18ഉം 42 കിട്ടി. അപ്പോൾ ചോദ്യത്തിൽ വരുമ്പോൾ ചോദ്യം സം ഓഫ് ദെയർ ഏജസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും പ്രസൻറ്റ് ഏജിൻ്റെ സമ്മ്, അതായത് രണ്ടും കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് അമിത്തിൻ്റെ പ്രസൻറ്റേജ്, ഇതാണ് സൂരജിൻ്റെ പ്രസൻറ്റേജ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 60 കിട്ടും. സമ്മ് ഓഫ് ദ ഏജസ് പറയുമ്പോൾ 60 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം.